ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി സിമ്പിൾ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മോൾക്ക് ലഞ്ച് ബോക്സിലേക്ക് സൈഡായിട്ട് കൊടുത്തുവിടാൻ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കണമല്ലോ എന്ന് ആലോചിച്ച് ഫ്രിഡ്ജ് തുറന്നപ്പോൾ ദേ ഇരിക്കുന്ന മുന്നിൽ തന്നെ ക്യാരറ്റ് കൊണ്ട് നല്ലൊരു തോരൻ ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് അത് തീരെ പിടിച്ചില്ല. എന്നാൽ പിന്നെ ക്യാരറ്റ് ഫ്രൈ ആയാലോ എന്ന് ചോദിച്ചപ്പോൾ ആ ചിരി കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു എന്നാൽ ഇന്ന് ക്യാരറ്റ് ഫ്രൈ ഉണ്ടാക്കാം എന്നുള്ളത്. അധികം വലിപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു 5 ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ബോക്സിൽ വെക്കുന്ന ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ടേസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് എന്റെ മോള്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ തന്നെ അവളുടെ മൂടൊക്കെ പോയി കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്ത് സാധനം ഉണ്ടാക്കുന്ന സമയത്തും ഒരല്പം കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കാറുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ക്യാരറ്റിന്റെ 2 വശം ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഇതിന്റെ തൊലി ഒന്ന് പീൽ ചെയ്തെടുക്കണം. ഈ ഒരു പീലറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. വെറും 20 രൂപ മാത്രമേ ഉള്ളൂ. എന്റെ പീലറിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പീലറാണിത്. ചില ഐറ്റത്തിനെ പറ്റി നമ്മൾ പറയാറില്ലേ, നമ്മുടെ കൈക്ക് ഇണങ്ങി കിട്ടിയ ഐറ്റം എന്നൊക്കെ, അതുപോലെ തന്നെയാണ് എനിക്ക് ഈ പീലറും. ഇതുപോലത്തെ 2-3 എണ്ണം പുതിയത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതെന്തോ എന്റെ കൈക്ക് അഡ്ജസ്റ്റ് ആയതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ കൊണ്ട് എനിക്ക് പീൽ ചെയ്യാൻ പറ്റുന്നത് പോലെ പുതിയത് വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പൊ വേണ്ട നമ്മുടെ ക്യാരറ്റിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഷേപ്പിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ നീളത്തിലങ്ങ് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ ചെയ്തത്. നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണാനും നല്ല അടിപൊളിയായിരിക്കും. പക്ഷെ ഈ രാവിലത്തെ തിരക്കിന് എനിക്ക് അതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. ഇതേണ്ട ഏകദേശം ഇതുപോലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവനായും കട്ട് ചെയ്ത ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലൊക്കെ ഒരു പാത്രം ചൂടാവാനായിട്ട് വെക്കാം. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളത്തിലേക്ക് ഇട്ടാണ് നമ്മൾ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ വേണ്ടേ നമ്മുടെ വെള്ളം ഇവിടെ നല്ലപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ വേണ്ട ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ വെള്ളത്തിൽ നിന്ന് ക്യാരറ്റ് ഊറ്റി മാറ്റി വെക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒന്ന് ചൂടാറി നമ്മുടെ കൈനെ കൊണ്ട് തൊടാൻ പാകത്തിനായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ വെള്ളം എന്നിവ ചേർത്ത് ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ യൂസ് ചെയ്തുകൊണ്ടുള്ള ഈ പണി നടക്കില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം ഞാൻ കൈ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തത്. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ കൈ തന്നെയല്ലേ ഏറ്റവും ബെസ്റ്റ്. അപ്പൊ തന്നെ ഞാനിതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ലതുപോലെ ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓയിലിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഈ ഓയിലിലേക്ക് തന്നെ ഇട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പില കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്.
ഇതും കൂടെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓയിലിൽ നിന്ന് ഊറ്റിയെടുക്കാം. അപ്പൊ ഇത്രയുള്ള നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് ഇഷ്ടമില്ലാത്ത മക്കൾ പോലും കഴിക്കും കേട്ടോ ഈ ഒരു ക്യാരറ്റ് ഫ്രൈ. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മക്കൾക്ക് ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക, അവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക. ഇതുപോലുള്ള നല്ല കിടിലൻ റെസിപ്പീസിനായിട്ട് നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.